പഴയ കുർത്തിയുടെ നെക്ക് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാം. ഡെമോ കാണിക്കുകയാണ്, കറക്റ്റ് അളവല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കണമെന്ന് മാത്രം. നമ്മൾ പഴയ കുർത്തിയുടെ നെക്ക് വെച്ചിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യുക നെക്ക്. അതിനുശേഷം പഴയ കുർത്തിയുടെ ഷോൾഡർ അളന്നെടുത്തിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക. അതിൻ്റെ നേർപകുതി വേണം നമ്മൾ പാച്ച് വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഷോൾഡർ നമുക്കൊരു ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ അതിന് പകുതിയാണ് എടുക്കേണ്ടത്. അവിടെ നിന്ന് താഴോട്ട് ഒരു ലൈൻ കൊടുക്കുക. നമ്മുടെ യോക്ക് പോർഷൻ വരുന്നത് ഒരു 14 ഇഞ്ചിലാണ് വരുന്നത്. അപ്പോൾ യോക്കിൽ നിന്ന് ഒരു 3 ഇഞ്ച് കുറച്ചിട്ട് ഇവിടോട്ടുള്ള ലെങ്ത്താണ് 11 ഇഞ്ച്. 11 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 11 ഇഞ്ചിലൊരു ബോക്സ് വരച്ചു കൊടുക്കാം. മാർക്ക് ചെയ്ത പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ നെക്കും കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പേപ്പർ കട്ടിങ് വെച്ചിട്ട് വേണം നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. പേപ്പർ കട്ടിങ് വെച്ചിട്ട് നമ്മൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. സെറി ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. അത് ഫുള്ളായിട്ട് ചെയ്യണം. ആ നെക്ക് 2 സൈഡിലായിട്ട് ചെയ്യണം. താഴത്തും ചെയ്യണം, മുകളിലും ചെയ്യണം. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ ബീഡ്സ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ട് 1 ലെയറാണ് കൊടുക്കുന്നത്. അതിനുശേഷം കട്ട് ബീഡും
ഗോൾഡൻ ബീഡ്സും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ബ്രാഞ്ച് പോലെ രണ്ട് സൈഡിലേക്കും പിന്നെ മുകളിലോട്ടും രണ്ട് സൈഡിലേക്കും വരുന്നത് ഒരു കട്ട് ബീഡ്, അതിൻ്റെ മുകളിലായിട്ട് ഒരു ഗോൾഡൻ ബീഡ്, അത് രണ്ട് സൈഡിലേക്കും, പിന്നെ അതിൻ്റെ നടുക്കായിട്ട് രണ്ട് കട്ട് ബീഡ്, അതിൻ്റെ മുകളിൽ ഒരു ഗോൾഡൻ ബീഡ് വെച്ചിട്ട് അങ്ങനെയാണ് ഒരു ബ്രാഞ്ച് പോലെ ഒരു ലീഫ് പോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്ലവറില്ലേ, നടുവിലുള്ള ഫ്ലവേഴ്സ് കൂടെയൊക്കെ ഞാൻ ഒരു ഗോൾഡൻ ബീഡ്സ്, ഈ ഗോൾഡൻ ബീഡ്സ് തന്നെ ജസ്റ്റ് ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവരും ചെയ്തു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. താങ്ക് യു.